അപ്പോൾ വെൽക്കം ടു സിനിമ സയൻറ്റിസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്നത്തെ ഒരു റിവ്യൂവിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ചാനലിൽ ഒരു നീണ്ട ഒരു 7 വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്നൊരു റിവ്യൂ ആണ്. വെറുതെ നിങ്ങളെ അറിയിക്കാൻ പറഞ്ഞതാണ്. പക്ഷേ ഗെറ്റിംഗ് ബാക്ക് ടു ദി ഫിലിം ഒരു ദുരൂഹ സാഹചര്യത്തിൽ, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ, നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ്റെ ഒക്കെ ഡയറക്ടറാണ്. സിനിമ തുടങ്ങിയൊരു ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഒന്ന് മൂവ് ഓൺ ചെയ്ത് പോകാൻ നേരത്തെ എനിക്കൊക്കെ കിട്ടിയൊരു ഫീൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് മാത്രമല്ല ആ തിയേറ്ററിലുള്ള പലർക്കും കിട്ടിയൊരു ഫീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മലയാള സിനിമയിൽ ഈ അടുത്ത് എക്കോ ക്രിയേറ്റ് ചെയ്ത പോലെ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു സിനിമയാണെന്നാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഫുള്ള് എൻറ്റയർലി വേൾഡ് ബിൽഡിംഗ് ആണ്. എൻറ്റയർലി വേൾഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ക്യാരക്ടേഴ്സ് വരുന്നു ത്രൂ ഔട്ട് ദി ഫസ്റ്റ് ഹാഫ്. ആകെ പ്രോപ്പറായിട്ടൊരു 5 to 6 ക്യാരക്ടേഴ്സാണ് ഈ സിനിമയിലുള്ളത്. അപ്പോൾ ഓരോരോ ക്യാരക്ടേഴ്സായിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ കഴിയുന്നു. പല അൺറിലേറ്റഡ് ആയിട്ടുള്ള ഇവൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ആ സിനിമാറ്റോഗ്രഫി ആൻഡ് കാര്യങ്ങളെല്ലാം വളരെ ഒരു 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 ഡയറക്ഷണലായിട്ട് പോകുന്നു. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദർ സംതിങ് വിച്ച് ഇസ് ഗോയിങ് ടു കം ഇൻ ദി സെക്കൻഡ് ഹാഫ് ഓഫ് ദി ക്ലൈമാക്സ്. അങ്ങനെ ഒരു ചിന്താഗതി നമ്മളിൽ വരുത്തുന്ന രീതിയിലാണ് പടം സ്റ്റാർട്ടിങ് തൊട്ടേ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 5 ക്യാരക്ടേഴ്സ് അവതരിപ്പിച്ചിട്ടുള്ള ചാക്കോച്ചൻ, സജിൻ ഗോപു, ദിലീഷ് പോത്തൻ, ചിദംബരം, ജാഫർ ഇടുക്കി, ഇവരുടെയൊക്കെ ടോപ്പ് നോച്ച് പെർഫോമൻസ് ആണ്. അത് ടുവേർഡ്സ് എൻഡൊക്കെ ക്ലൈമാക്സിലൊക്കെ വരാൻ നേരത്തെ പെർഫോമൻസിൻ്റെ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് നോച്ചായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ അതർ ആസ്പെക്ട്സ് ലൈക്ക് എഡിറ്റിങ്ങും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളും സൗണ്ട് എഫക്ട്സും കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമ ഫസ്റ്റ് ഹാഫിൽ ബിൽഡ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന ഒരു വേൾഡ് ഉണ്ടല്ലോ, ആ ഒരു വേൾഡിൻ്റെ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള, നമ്മൾ ഉദ്ദേശിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സർട്ടൻ സ്റ്റോറി ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു സംതിങ് ബിഗ് വിച്ച് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. ആ ഒരു രീതിയിലാണ് നമ്മളെല്ലാവരും നമ്മളുടെയൊക്കെ മൈൻഡിൽ അത് രജിസ്റ്റർ ആവുന്നത്. ഇഫ് യു ആർ വാച്ചിങ് ദ മൂവി നിങ്ങൾക്ക് മനസ്സിലാവും അത്. അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരാൻ നേരത്ത് പടത്തിൻ്റെ ഒരു ഗ്രാഫ് ചെറിയ രീതിയിൽ താഴോട്ട് പോകുന്നവരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഫസ്റ്റ് ഹാഫ് നിൽക്കുന്ന സ്ഥലത്തൊന്നും ഒരു എക്സാക്ട് സ്റ്റോറി എന്താണെന്നുള്ളൊരു ട്രാക്കിലേക്ക് ഈ സിനിമ കയറിയിട്ടില്ല. അപ്പോഴാണ് ഒരു സെക്കൻഡ് ഹാഫിലേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് കൂടുന്നതും. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഞാൻ പറയുന്ന പോലെ ഈ സിനിമ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേൾഡ് ബിൽഡിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, വേൾഡ് ബിൽഡിങ്ങിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു സിനിമയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 1.25 മണിക്കൂർ ഉപയോഗിച്ചിട്ടും വേൾഡ് ബിൽഡിങ്ങിൽ ഫോക്കസ് ചെയ്യാം. ബാക്കിയുള്ള ഒരു 25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് പ്രോപ്പറായിട്ടുള്ള ഒരു എൻഡ് പോയിന്റ് ക്രിയേറ്റ് ചെയ്യാൻ സിനിമയ്ക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അതിൽ നോ ഇഷ്യൂസ് ആണ്. പക്ഷേ ഈ ഒരു സിനിമയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതർ ദാൻ ട്വിസ്റ്റ് ഓർ സംതിങ് ഹ്യൂജ് ഹാപ്പനിങ്, ഈ ഒരു സിനിമ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എന്താണെന്ന് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല, അത് സ്പോയിലറായി പോകും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു സിനിമയല്ല ഇത്. ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു ജോണറും കാര്യങ്ങളെല്ലാം ഡിഫറെൻ്റ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഈ ആക്ടേഴ്സിൻ്റെയൊക്കെ നല്ല ടോപ്പ് നോച്ച് ആയിട്ടുള്ള പെർഫോമൻസ് കണ്ടിരിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ കുറച്ച് ഒരു ഡാർക്ക് മോഡ് സിനിമകളോടൊക്കെ ഒരു താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഇതൊരു ഡീസൻറ്റ് വാച്ച് ആയിരിക്കും.